ഇന്നുണ്ടല്ലോ എൻ്റെ നാട്ടിൽ പൂക്കോട്ടവിൽ തട്ടകത്തമ്മയെ തൊഴുകാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ കുറേ ആയി വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ തൊഴുതില്ലെങ്കിൽ ശരിയാവില്ല, ഇടയ്ക്കൊക്കെ ഒന്ന് പോയി തൊഴുകണമല്ലോ, സ്വന്തം നാടും മറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പോയി തൊഴുത് വരികയാണ് കേട്ടോ. അപ്പോൾ തൊഴുത് തിരിച്ചു വരികയാണ്. നമുക്ക് എത്രയൊക്കെ ആയാലും നമ്മൾ ജനിച്ചു വളർന്ന നാടും അവിടുത്തെ തട്ടകവും അതൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കല്യാണം കഴിച്ച് വന്നു എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒന്നും മറന്നു പോരാൻ പറ്റില്ല, എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ അങ്ങനെ തട്ടകത്തമ്മയൊക്കെ തൊഴുതു. പിന്നെ പൂക്കോട്ട് കാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ കല്യാണം നടന്നിട്ടുണ്ടായിരുന്നത്. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ നല്ലൊരു ഭർത്താവിനെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുവരേക്കും കാശിൻ്റെ കാര്യത്തിൽ മാത്രമേ ഞങ്ങൾക്ക് കുറവുണ്ടായിട്ടുള്ളൂ. ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ദൈവം സഹായിച്ച് ഇതുവരെ വന്നിട്ടില്ല. അതിന് അമ്മയോട് എപ്പോഴും നന്ദി പറയാറുണ്ട്. പിന്നെ തിരിച്ച് വീടിൻ്റെ കൂടെ തന്നെ വന്നത്, പക്ഷെ വീട്ടിലൊന്നും കയറിയില്ല. പിന്നെ വരുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാ ഞങ്ങൾ ആ പാമ്പും പാലത്തിൻ്റെ അതിൽ തന്നെയാണ് വന്നത്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഒരു ഷോർട്സൊക്കെ അത് കൂടെ പോയത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നല്ല ഭയങ്കര വ്യൂസാണ് കേട്ടോ. ദേവാസുരം അതുപോലെ ആറാം തമ്പുരാൻ ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ ഒരു പാമ്പം പാലം. ഒരുപാട് ലോങ്ങാണ്, കുറച്ചധികം നീളം കൂടിയ പാലാണ്. അപ്പോൾ അത് കൂടെയാണ് വന്നത്. കുട്ടികളെയും കൊണ്ട് എപ്പോഴും വരാറുണ്ട്. നല്ല വെയിലുണ്ടെങ്കിലും ഇങ്ങനെ മരങ്ങളും തണുപ്പൊക്കെ ഉള്ള ഭാഗത്ത് കൂടെ വരുകൊണ്ട് തന്നെ അത്ര അങ്ങോട്ട് അറിയുന്നുണ്ടായിരുന്നില്ല യാത്ര ചെയ്യുമ്പോഴേ. വരണ വഴിക്ക് നല്ലൊരു വീട് കണ്ണിൽ പതിഞ്ഞു കേട്ടോ. നല്ല ഭംഗിയുണ്ട് ആ വീട് കാണാൻ. അപ്പോൾ വീഡിയോയിൽ കറക്റ്റായിട്ട് ക്ലിയർ ഇല്ലെങ്കിലും നല്ലൊരു ഭംഗിയുണ്ട്. നേരം പോലെ കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ ചേറമ്പറ്റക്കാവിൽ പോയി തൊഴുതു കേട്ടോ. ആദ്യമായിട്ടാണ് ചേറമ്പറ്റക്കാവിലേക്ക് വരുന്നത്. അവിടെ തൊഴുതിന് ശേഷം നേരെ തിരിച്ചത് കീഴൂർക്കാളിയിലേക്കാണ്. ക്യാമറ ഷെയ്ക്കാവുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നല്ല കുണ്ടും കുഴിയുള്ള റോഡാണ്. അതുകൊണ്ടേ കറക്റ്റ് നേരം പോലെ കിട്ടുന്നില്ല, ഷെയ്ക്കാവുന്നുണ്ട്. എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. പിന്നെ ഇപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോസ് അങ്ങനെ എടുത്ത് അങ്ങനെ പരിചയമൊന്നുമില്ലല്ലോ. ഇപ്പോഴെങ്കിലും തുടങ്ങിയിട്ട് കുറേ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെന്താണ്, അങ്ങനെ ഞങ്ങൾ കീഴൂർക്കാളിയവ് അമ്പലത്തിൽ പോയി. ഇവിടെയും തന്നെ നല്ല മലയുടെ അടിയിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ആ ഭഗവതിയും എൻ്റെ അമ്മയുടെ തട്ടകം കൂടിയാണ് കേട്ടോ. അവിടെയും പോയി തൊഴുതു. മനസ്സിനൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതങ്ങനെ അമ്പലങ്ങളൊക്കെ പോയി തൊഴുകണത് നല്ലതാണല്ലോ. ചേറമ്പറ്റക്കാവിലും തന്നെ പൂരം നടക്കുന്ന ദിവസമായിരുന്നു. അതുപോലെ തന്നെ ഇതാ കീഴൂർക്കാളിയിലും പൂരമായിരുന്നു. രണ്ട് അമ്പലത്തിലും ഇന്നാണ് പൂരം. അപ്പോൾ അവിടെ ഇങ്ങനെ കാളി വേലൊക്കെ ഉണ്ടായിരുന്നു. ചേർപ്പറ്റക്കാവ് പോയപ്പോൾ അവിടുന്ന് വേലകളൊന്നും കാണാൻ സാധിച്ചില്ല. ഇവിടെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു കാളവേലയൊക്കെ ഇന്നലെ ആയിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വേലകളൊക്കെ നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ടു. അപ്പോൾ ഇതാ നിവ ഗോൾഡിൻ്റെ ഒരു പരസ്യം, ഒരു നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ പേരൊക്കെ എഴുതി, ഞാനും ഏട്ടനും പേരെഴുതി കൂപ്പണൊക്കെ അതിലിട്ടിട്ടുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുമായിരിക്കും. പിന്നെ അങ്ങനെ വരുന്ന വഴിക്ക് ഇത് ആനപ്പൂരം പോകണം കേട്ടോ. കാവിലേക്ക് സമയം 11 മണി ആവണേ ഉള്ളൂ. അപ്പോൾ പൂരം അങ്ങോട്ട് പോവുകയാണ്. ഇത്ര നേരത്തേക്ക് പോവുമെന്നറിയില്ല. സാധാരണ നമ്മളുടെ ഇവിടേക്ക് അങ്ങനെ പൂരം നടക്കുമ്പോൾ 2 മണിക്ക് ശേഷമൊക്കെ വേലകൾ കയറാറുള്ളൂ. ഇവിടെ അമ്പലവും പരിസരവും കുളമൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. വരുന്ന വഴിക്ക് 2 ആനകൾ ഒരു റബ്ബർ തൊടിയിൽ നിൽക്കുന്നു കേട്ടോ. അപ്പോൾ ഒരാന ഇതാണ്ടോ ഒരു വേലി, ചെറിയൊരു ഒതുക്ക് വഴിയാണ്. ആ വേലിയുടെ ഇടയിൽ കൂടെ ആ റബ്ബറിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. നല്ല വെയിലും ചൂടല്ലേ, പാവങ്ങളപ്പോൾ തണുപ്പത്ത് നിർത്തിയിരിക്കുകയാണ്. ആനപ്പാപ്പാനും ഉണ്ട് കൂടെ. എൻ്റെ നാട്ടിൽ കൂടെ പോയ ഈ കാടും മേടും മലകളും കുന്നും ഇതൊക്കെ തന്നെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഒരു കാര്യമില്ല. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയിട്ട് ഇതാകുമ്പോൾ ശ്രീന് ഭയങ്കര വാശി. വെയ്യെങ്കിൽ കടന്നോ? ഏ ആ, എന്താ കാര്യം പറ.
12 മണിയായി വീട്ടിലെത്തിയപ്പോഴേ. പിന്നെ എനിക്ക് ഒന്നിനും വയ്യ, ഞാൻ ആകെ തളർന്നു പോയി. ഭയങ്കര വെയിലും അതുപോലെ യാത്രയും കാരണം ഭയങ്കര തളർച്ച. അപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ വയ്യ. അപ്പോൾ പിന്നെ നേരെ ഏട്ടൻ കടയിൽ പോയിട്ട് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. ഇപ്പോൾ ഇതാ ഒരു 3:30 4 മണിയായപ്പോൾ നല്ലപോലെ മഴക്കാറുണ്ട് കേട്ടോ. ആ ചൂടിനുള്ള മഴയൊക്കെ ഇപ്പോൾ പെയ്യുമെന്ന് വിചാരിക്കും, എവിടെ അധികമൊന്നും പെയ്തില്ല. ഇപ്പോൾ ഇതാ മഴ ചെറുതായി ചാറാൻ തുടങ്ങി. എന്നാലും നല്ലൊരു തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ചൂടായിരുന്നു ഇന്ന്. പിന്നെ ഞങ്ങൾ പുറത്ത് പോയി വന്നുകൊണ്ടാ തോന്നുന്നു ഇത്തിരി അധികം ചൂട് തോന്നി. പിന്നെ ഇതായിട്ട് നാളെ പണിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുകയാണ്. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനങ്ങനെ ചായ ഉണ്ടാക്കാൻ ഉള്ളിലേക്കും പോയി. ഇപ്പോൾ കുറച്ചായിട്ട് പണി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മനസ്സിനൊന്നും ഒരു സുഖമില്ല. നമുക്ക് കാശുണ്ടെങ്കിലാണെങ്കിൽ അല്ലേ നല്ലൊരു പോസിറ്റീവൊക്കെ തോന്നുള്ളൂ. അപ്പോൾ ഈ പണിയില്ലാത്തതുകൊണ്ട് ആകെ ഒരു ഇടങ്ങാറ്. പണി ഉണ്ടെങ്കിലാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പോവുക. പിന്നെ പണി വരുമ്പോൾ ചില സമയത്ത് അങ്ങനെയാണ്, സൺഡേ കൂടി ലീവ് എടുക്കാൻ പറ്റില്ല, അങ്ങനെ തിരക്ക് വരും. പണി ഇല്ലെങ്കിലോ ഒന്നിട്ടില്ലേനി. ഷീനുവിന് രാവിലെ തൊട്ടേ ചെറിയ പനിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വാശിയും കൂടി ഉണ്ട് അവൾക്ക്. ഇപ്പോൾ ഇതാ ചായ ഉണ്ടാക്കി കൊടുത്തപ്പോഴേ വാശി പിടിച്ചിരിക്കുകയാണ് ആൾ. ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല, അതേ ഡ്രസ്സിൽ അങ്ങനെ ഒന്ന് കിടന്നുറങ്ങി. പിന്നെ ചായയൊക്കെ കൂടി കഴിഞ്ഞിട്ട് ഞാൻ വേഗം അടുപ്പ് കത്തിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ വിറക് മറ്റേ ഇതുണ്ടല്ലോ, പ്ലൈവുഡിൻ്റെ കഷ്ണങ്ങൾ കുറേ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അടുപ്പ് കത്തിക്കാൻ നല്ല സുഖമാണ്, വേഗം കത്തുകയും ചെയ്യും. ചോറൊക്കെ ആണെങ്കിലും പെട്ടെന്നാവും. അപ്പോൾ വേഗം ഞാൻ ചോറിന് അടുപ്പ് കത്തിച്ചിട്ട് ചോറ് അങ്ങോട്ട് വെച്ചു. പിന്നെ അപ്പോഴേക്കും നല്ലോണം ഇരുട്ട് കൂടിയിട്ട് മഴക്കാറ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടി കനത്തിൽ ചാറാൻ തുടങ്ങി. പക്ഷെ എന്നാലും അധികം അങ്ങോട്ട് തിമിർത്ത് പെയ്തിട്ടൊന്നുമില്ല. ഓരോരോ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് അത്രേ. അപ്പോൾ അതുപോലെ തന്നെ ആ സ്കൂളിൽ തിരുവാതിരക്കളി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു. പിന്നെ അങ്ങനെ വൈകുന്നേരത്തെ പണികൾ വെള്ളം കൊണ്ടിൽ എല്ലാം ചെയ്തു. പിന്നെ ഇപ്പോൾ അതാ കാക്ക വന്നിട്ട് പക്ഷികൾക്ക് കുടിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ കാക്ക എന്താ പ്രശ്നം എന്നറിയോ, അതിൽ കണ്ണി കണ്ട വേസ്റ്റൊക്കെ കൊടുന്ന് കൊത്തിയിടും. മറ്റുള്ള പക്ഷികളെ പോലെയല്ല ഈ കാക്ക, ഭയങ്കരമായിട്ട് വെള്ളത്തിന് വൃത്തികേടാക്കും, ഇടയ്ക്കിടയ്ക്ക് മാറ്റും. അതുപോലെ തന്നെ ഈ കാക്കത് കൊത്തി കൊടുന്ന് ഇടുമ്പോൾ തന്നെ അതിൽ വന്നിട്ട് വേസ്റ്റ് അതങ്ങനെ തട്ടി മറിഞ്ഞു പോകും. പിന്നെ അതാ വൈകുന്നേരം ഞാൻ വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം വെണ്ടയ്ക്ക ഉള്ളിയും തക്കാളിയൊക്കെ പാടിട്ടൊക്കെ ഒരു സാമ്പാറും തട്ടിക്കൂട്ടിയിട്ട് രാത്രിയാകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വൈകുന്നേരത്തെ ഫുഡിൻ്റെ ഒരു വീഡിയോ എടുത്തിരുന്നു, അതെനിക്ക് മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ.